വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമാണല്ലോ ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങ് നൽകിയ ദാനമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്നതിന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വലിയ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നിറയപ്പെട്ട തിരുക്കുടുംബങ്ങളാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ ദൈവം അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കിക്കളയും. നമ്മളൊക്കെ ഒത്തിരി വട്ടം കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം, കുടുംബത്തിൻ്റെ അനുഗ്രഹം കിട്ടിയവനാണോ കിട്ടിയവളാണോ ഞാനും നീയും? അതായത് ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചു വച്ചിരിക്കുന്നത് കുടുംബത്തിലാണ്, കുടുംബ ബന്ധത്തിലാണ്. ആ ബന്ധത്തിൽ നല്ല ഒരു വചനാധിഷ്ഠിതമായ ജീവിതമുണ്ടെങ്കിൽ അതിനാൽ തന്നെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് നിറഞ്ഞൊഴുകും. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 16 വരെ നാം വായിക്കണം. അവിടെ മക്കൾ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. അവിടെ കർത്താവ് പറയണത് ആരംഭം ഇങ്ങനെയാണ്: കുഞ്ഞു മക്കളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ, സുരക്ഷിതരായിരിക്കുവാൻ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ചാൽ നീ സുരക്ഷിതയായിരിക്കും. നീ മാത്രമല്ല, നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ, നിൻ്റെ സാമ്പത്തിക മേഖല എല്ലാം സുരക്ഷിതം ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ, അമ്മയെ മഹത്വപ്പെടുത്തുക, പിതാവിനെ ബഹുമാനിക്കുക. അതിനടിസ്ഥാനത്തിൽ ഒത്തിരി വാഗ്ദാനങ്ങൾ കർത്താവ് തരുന്നുണ്ട്. ആ അധ്യായത്തിൽ വായിച്ചാൽ മതി. പാപങ്ങൾക്ക് മോചനം, നിക്ഷേപം കൂട്ടിവയ്ക്കപ്പെടും, കർത്താവ് പ്രാർത്ഥന കേൾക്കും, മക്കൾ സന്തോഷിപ്പിക്കും. അതായത് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒറ്റ കാര്യത്തിൽ ദൈവം നിറച്ചു വച്ചേക്ക, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇവിടെ പറയുന്നുണ്ട്, ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും, മാതാപിതാക്കന്മാരെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവരുടെ അനുഗ്രഹത്തിന് പാത്രമാകുക, അവരെ സന്തോഷിപ്പിക്കുക. ഒത്തിരി അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ കുടുംബ ബന്ധത്തിൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി നിറച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, വാർദ്ധക്യത്തിൽ അവരെ നോക്കാത്ത അവസ്ഥകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടത് ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം. അത് മാതാപിതാക്കൾ മാത്രമല്ല, മാതാപിതാക്കൾക്ക് മക്കളുടെയും അനുഗ്രഹം വേണം. ഈ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കാണുന്ന പല കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കോട്ട. പല കല്ലുകളാണ്. അതിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മകനുണ്ട്, മകളുണ്ട്, അമ്മായി അപ്പനുണ്ട്, അമ്മായി അമ്മയുണ്ട്, മരുമകനുണ്ട്, മരുമകളുണ്ട്, കുഞ്ഞുമക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. എത്ര പേരുണ്ടോ അത്രയും കല്ലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് പണിയപ്പെട്ട ഒരു കോട്ടയാണ് കുടുംബം. ഒരു കല്ല് ഇളകിപ്പോയാൽ നമുക്കറിയാം, ഒരു കോട്ടയുടെ ഒരു കല്ലിന് ബലക്ഷയമോ അല്ലെങ്കിൽ ഇളകിപ്പോയാൽ ആ കുടുംബത്തിൻ്റെ കോട്ടയുടെ സുരക്ഷിതത്വം അതിനാൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കണം. അതായത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നോഹിൻ്റെ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. നോഹ് കൃഷി ഇറക്കി, അതിനുശേഷം മുന്തിരിത്തോട്ടം നല്ല വിളവ് നൽകിയപ്പോൾ അവൻ അതുകൊണ്ട് മുന്തിരിച്ചാറുണ്ടാക്കി ലഹരി പിടിച്ച് നഗ്നനായിട്ട് കിടക്കുക. ഉടുതുണിയിലാണ് കിടക്കുന്ന സമയത്ത് ഹാം വന്നിട്ട് മകൻ
ഹാം വന്നിട്ട് കാണുകയാണ് അപ്പൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് അപ്പനെ അവൻ ബഹുമാനിക്കാത്ത പോലെ എല്ലാവരെയും വിളിച്ചുകൊണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം ബാക്കിയുള്ള മക്കൾ അപ്പൻ്റെ നഗ്നത കാണാതിരിക്കാൻ വേണ്ടി ഒരു തുണിയെടുത്ത് പിടിച്ചിട്ട് അപ്പൻ അവിടെ കിടക്കാൻ പുറകിലേക്ക് നടന്നു ചെന്നിട്ട് അപ്പൻ്റെ നഗ്നത മറയ്ക്കുക. എന്നാൽ ഈ ഹാം എന്ന് പറയുന്ന മകൻ അപ്പൻ്റെ നഗ്നത പരസ്യമാക്കുന്ന അവസ്ഥയിൽ നിന്ന് അതറിഞ്ഞിട്ട് നോഹ് ഹാമിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് പറയാണ് കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഹാമല്ല, ഹാമിൻ്റെ മകനാണ് കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഈ അപ്പനെ ശപിച്ചതിലൂടെ കാനാൻ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കാനാനിലേക്ക് ശാപം കടന്നു വരിക. അപ്പം ഒരു കുടുംബത്തിൽ അനുഗ്രഹം വേണം, അപ്പൻ്റെ അനുഗ്രഹം. ഇപ്പം അപ്പത്തിന് മോശമാണെങ്കിലും അപ്പനെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. അപ്പനെ ദൈവം തന്ന ദാനമാണ്. അത് അതേപടി അംഗീകരിച്ച് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം കിട്ടിയ മകനാണോ മകളാണോ നീ എങ്കിൽ ഞാനെങ്കിൽ അവിടെ വലിയ ദൈവത്തിൻ്റെ ബാക്കി അനുഗ്രഹങ്ങൾ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ പാരമ്പര്യത്തിലേക്കുമൊക്കെ കടന്നുപോയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ ഒത്തിരിയേറെ പോരായ്മകളും കുറവുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ വന്നേക്കാം. ഇന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കാം, കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹമുണ്ടോ? ഇതൊരു വലിയൊരു മേഖലയാണ്. അതോടൊപ്പം തന്നെ അമ്മായി അമ്മ മരുമകൾ ബന്ധം, ഓരോ ബന്ധങ്ങളും എടുത്ത് നമ്മൾ ധ്യാനിക്കണം. പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നതാ റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ നവോമി എന്ന് പറയുന്ന അമ്മായി അമ്മ അവർ ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് ഒരു ക്ഷാമം വന്നപ്പോൾ അവർ മോവാബിലേക്ക് ചെല്ലുന്നു. റൂത്തും ഓർഫയും ഈ നവോമിയുടെ 2 ആൺമക്കൾക്ക് ഭാര്യമാരായിട്ട് മോവാബിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട മക്കളാണ്. അപ്പോൾ അവിടെ വന്നു, ഭർത്താവുണ്ട്, 2 ആൺമക്കളുണ്ട് നവോമിക്ക്. അവിടെ വെച്ച് ഭർത്താവ് മരിച്ചു, 2 മക്കൾ മരിച്ചു. അതിനിടയിൽ 2 മക്കൾ വിവാഹം ചെയ്തിരുന്നു, 2 മക്കൾ ഓർഫയും റൂത്തും. അവിടെ വെച്ചിട്ട് അവൾ പിന്നീട് ഈ നവോമി ബെത്ലഹേമിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ 2 മരുമക്കളും ഈ അമ്മയുടെ കൂടെ പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുക. നവോമി പറയുന്നുണ്ട്, ഞാൻ ശപിക്കപ്പെട്ടവളാണ്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ അവിടെ വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, ശപിക്കപ്പെട്ടവളെ പോലെ ഞാൻ തിരിച്ചു പോവുക, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം ഓർഫ മനസ്സോടെ അമ്മായി അമ്മയെ കെട്ടിപ്പിടിച്ച് നവോമിയെ ചുംബിച്ച് ഇതാ സ്വന്തം കുടുംബത്തിലേക്ക് പോവാം. എന്നാൽ ഈ റൂത്ത് പോണില്ല. ഇവിടെ ഒരു വലിയൊരു ബന്ധമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഓർക്കുന്നുണ്ട്, എന്തിനാ ഈ റൂത്ത് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം, വെറും 4 അധ്യായമുള്ള പുസ്തകം ഈ ബൈബിൾ വച്ചിരിക്കണേ? അതിന് വലിയൊരു സന്ദേശം നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ, കാലാകാലത്തിൽ ജീവിക്കുന്ന സകലമാന കുടുംബങ്ങൾക്കും ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു പുസ്തകമാണ് ഈ ചെറിയ പുസ്തകം റൂത്ത്. ഇന്ന് പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോയതിൻ്റെ പിന്നിലുള്ള വലിയൊരു കാരണം ഈ റൂത്തിൻ്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. അമ്മായിയമ്മ മരുമകൾ ബന്ധം. ഇവിടെ ഞാൻ ഓർക്കുക, ഈ അമ്മായിയമ്മ നല്ലൊരു അമ്മായിയമ്മ നവോമി. ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ അമ്മായിയമ്മയുടെ കൂടെ ഈ 2 മരുമക്കളും, മോവാബ്യരായ ഈ 2 മരുമക്കളും ഈ അമ്മയുടെ കൂടെ ആ ഭർത്താക്കന്മാർ മരിച്ചിട്ടും ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിലും കൂടെ പോകാൻ വേണ്ടി തീരുമാനിച്ചു? അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഈ നവോമി എന്ന് പറയുന്ന സ്ത്രീ അത്രമാത്രം തങ്കപ്പെട്ട സ്ത്രീയാണ്. ഞാൻ അമ്മായിമ്മമാരോട് ചോദിക്കാറുണ്ട്, അമ്മായിമ്മമാരെ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മരുമക്കൾ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുമോ? എൻ്റെ അമ്മയുടെ കൂടെ, അമ്മായിയമ്മയുടെ കൂടെ ഞാൻ താമസിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നല്ല ഒരു അമ്മയായിരുന്നു ഈ നവോമി. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, ഈ റൂത്തിനെ ഈ നവോമി നിർബന്ധിക്കുക, നീ പോ, ഓർഫയെ പോലെ നീ പോ. പക്ഷേ ഇവൾ എന്ത് ചെയ്ത് പോകത്തില്ല. 1-ാം അധ്യായത്തിൽ 10 മുതൽ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, റൂത്ത് പറയാ, അമ്മയെ ഉപേക്ഷിക്കാനോ അമ്മയുടെ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും, അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ മരിക്കുന്നിടത്ത് ഞാനും സംസ്കരിച്ച് അടക്കപ്പെടും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ അതിനെന്ത് ശിക്ഷയും ഞാൻ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവളങ്ങോട്ട് തീരുമാനിച്ചുറപ്പിക്കുക. ഇന്ന് ഓർത്ത് നോക്കി, എത്ര മരുമക്കൾ പറയും, അമ്മ പോകുന്നിടത്ത് ഞാൻ വരും, അമ്മ വസിക്കുന്നിടത്ത് ഞാനും വസിക്കും, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരാ, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ്. അമ്മ പള്ളിയിൽ പോകണോ ഞാനും വരും അമ്മയുടെ കൂടെ, അമ്മ ആശുപത്രി പോകണോ ഞാനും വരും അമ്മയുടെ കൂടെ.
എൻ്റെ പ്രിയപ്പെട്ട മരുമക്കൾ എത്ര പേര് പറയും? ഇതാണ് ബന്ധം. അമ്മായിമ്മ മരുമകൾ ബന്ധം, കൃപയുടെ ബന്ധം, വചനത്തിൻ്റെ അധിഷ്ഠിതമായ ബന്ധം. അതുകൊണ്ടാണ് ആ ബന്ധത്തെ അതുപോലെ ദൈവം അംഗീകരിച്ച് മുദ്ര വെച്ച് ഉറപ്പിച്ചതുകൊണ്ടാണ് ഈ ചെറിയ പുസ്തകം ഈ ബൈബിളിൽ അതുപോലെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ അമ്മായിമ്മമാരും മരുമക്കളും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ബന്ധമാണ് ഈ റൂത്തിൻ്റെയും നവോമിയുടെയും ബന്ധം. അതിൽ വലിയൊരു അടിസ്ഥാനമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. ഇന്ന് ചില കുടുംബങ്ങളൊക്കെ ചെല്ലുമ്പോൾ അമ്മായിമ്മയും മരുമക്കളും നമ്മൾ ശത്രുക്കളെ പോലെയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കുറവുണ്ട്, എല്ലാ മക്കൾക്കും പോരായ്മയുണ്ട്. അമ്മായിമ്മയ്ക്ക് കുറവുണ്ട്, മരുമകൾക്ക് കുറവുണ്ട്. പക്ഷേ ഈ ബന്ധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മരുമക്കളാണ് കുറേ കൂടി ശ്രദ്ധിക്കേണ്ടത്. കാരണം അമ്മായിമ്മ പ്രായമായ സ്ത്രീയാണ്, ഒത്തിരിയേറെ നാളെ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, മക്കളെ പൊറ്റി വളർത്തി. ഈ മകനെ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ വളർത്തിയത് ഈ അമ്മായിമ്മയാണ്. 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് അതിനെ വളർത്തി ഇത്രയാക്കി. നിനക്കിപ്പോൾ ഭർത്താവാണെങ്കിൽ പ്രിയപ്പെട്ട മരുമകളെ നീ ഓർക്കണം, ആ അമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, ആ അവസ്ഥയിൽ സ്നേഹിക്കുക. അമ്മായിമ്മയ്ക്ക് എന്താ പറയുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അമ്മായിയമ്മയെ സ്നേഹിച്ച് ആ അമ്മായിയമ്മയെ സന്തോഷിപ്പിക്കുക. എന്നിട്ട് ഒരനുഗ്രഹം കിട്ടിയാണ്ടല്ലോ, അതിൽ പരം നിനക്ക് ഒരു മരുമകൾക്ക് ആ കുടുംബത്തിന് കിട്ടാവുന്ന അനുഗ്രഹം വേറെ ഒന്നുമില്ല. സ്വന്തം അമ്മയേക്കാൾ ഉപരി, ഞാൻ പറയുകയാണെങ്കിൽ സ്വന്തം അമ്മയേക്കാൾ ഉപരി ഒരു അമ്മയുടെ അനുഗ്രഹം ഒരു മകൾക്ക്, ഒരു മരുമകൾക്ക് കിട്ടിയാൽ ആ കുടുംബത്തിൽ ലഭിക്കാവുന്ന, ആ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. നമുക്ക് പിന്നീട് ഈ റൂത്തിൻ്റെ പുസ്തകത്തിന് കാണുന്നുണ്ട്. അവസാനം ഈ റൂത്ത് നവോമിയുടെ കൂടെ പോന്നു. പിന്നീട് ബോവാസുമായിട്ടുള്ള ഒരു ചാർച്ചക്കാരൻ ബോവാസുമായിട്ടുള്ള വിവാഹം കഴിയുകയാണ്. അതിൽ നിന്ന് റൂത്തിന് ഒരു കുഞ്ഞ് ജനിക്കുക. റൂത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 14-ാം വചനം വായിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുക, ഒരു മകൻ ജനിച്ചു റൂത്തിന്. ആ സമയത്ത് അവിടുത്തെ നാട്ടുകാരായ സ്ത്രീകൾ ഈ നവോമിയോട് വന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നവോമിയോട് പറയാണ്, നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ ശിശു ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കും. ആ ശിശു നിനക്ക് നവജീവൻ നൽകും. ആ ശിശു വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെക്കുറിച്ച് പറയാം. ആ കുഞ്ഞിനെക്കുറിച്ച് ആ കുഞ്ഞ് ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ പ്രസിദ്ധരായിട്ട് മാറണം. ആ മക്കൾ നമുക്ക് വാർദ്ധക്യത്തിൽ ഒരു നവജീവൻ നൽകുന്ന മക്കളായിട്ട് തീരണം. ആ മക്കൾ നമുക്ക് ഒരു താങ്ങായിട്ട് മാറണം. ആ മക്കൾ നല്ലപോലെ വളരണം, നല്ലപോലെ പഠിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, അനുഗ്രഹിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഈ നാട്ടുകാർ പറയാണ്, ഈ കുഞ്ഞ് പ്രസിദ്ധനായിട്ട് തീരും. എന്നിട്ട് കാരണം പറഞ്ഞു കേട്ടോ. അതിന് കാരണം പറയാ. എന്തെന്നാൽ നവോമിയോടെ പറയണേ, എന്തെന്നാൽ നിന്നെ സ്നേഹിച്ചവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകൾ ആണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. ഈ കുഞ്ഞിനെ പ്രസവിച്ചത് ഈ റൂത്താ. ആ റൂത്താരാണ്? നിന്നെ സ്നേഹിച്ചവൾ, 7 പുത്രന്മാരെക്കാളും വിലപ്പെട്ടവളായിട്ടുള്ള നിന്റെ മരുമകൾ. ഈ മകൾ പ്രസവിച്ച കൊച്ചാണോ, ഒരിക്കലും ആ കുഞ്ഞ് മോശമാവത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഈ ഒരു അവസ്ഥ സംജാതമാക്കണം. ഇന്ന് പല കുടുംബത്തിലും അമ്മായിമ്മ പോരും മരുമകളും അമ്മായിമ്മ തമ്മിൽ ശീതയുദ്ധം പോലെ, കണ്ട മിണ്ടത്തില്ല, അകപ്പാട വാശി. ചില കുടുംബത്തിലൊക്കെ ചെന്നാൽ മതി, മരുമകൾ ആ ഭർത്താവിനോട് ആ അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞ് കൊടുത്ത് അമ്മായിയമ്മയെ മോനെ കൊണ്ട് തല്ലിപ്പിച്ച് എത്രയോ സംഭവങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ബന്ധങ്ങൾ അനുഗ്രഹത്തിൻ്റെ ബന്ധങ്ങളായിട്ട് മാറ്റണം. അമ്മായിമ്മ മരുമകളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കത്തക്ക വിധം മരുമക്കൾ സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും എന്നൊക്കെ പറയും. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഈ മേഖലയിൽ. മരുമക്കൾ അമ്മായിയമ്മയെ സ്നേഹിച്ച്, ഒരിക്കലൊരു സഹോദരി പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുക. ഈ അമ്മായിയമ്മ വളരെയേറെ എന്താ പറയുക, ഈ മകളെ വേദനിപ്പിച്ചൊരു അമ്മായിയമ്മയാണ്. എന്നാൽ ഒരിക്കൽ പോലും ഈ മരുമകൾ അമ്മായിയമ്മയെ വേദനിപ്പിച്ചിട്ടില്ല. അവസാനം ഈ അമ്മായിയമ്മ എന്താ പറയുക, ഒരുമാതിരി കിടപ്പായ സമയത്ത് ഈ അമ്മായിയമ്മ ചെയ്യാത്ത, അവിടെ കിടന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യം ചെയ്യും. മലമൂത്ര വിസർജനം അവിടെ കിടന്നു ചെയ്യും. എന്നാൽ ഈ മരുമകൾ പരാതിയില്ലാതെ, മുഖം കറുപ്പിക്കാതെ, സ്നേഹത്തോടെ അതെല്ലാം വൃത്തിയാക്കി പരിചരിച്ചിരുന്നു. അപ്പോൾ 3 പെങ്ങന്മാരുണ്ട് ഈ ഭർത്താവിന്. ഈ നാത്തൂന്മാർ വന്നിട്ട് പറയുന്ന പറയാ,
അതായത് വിസർജിച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഭിത്തിയിലൊക്കെ തൂക്കും എന്ന് പറയുകയാണ്. ഈ സഹോദരിനെ പറഞ്ഞ കാര്യമാണ്, ഭിത്തിയിലൊക്കെ തൂക്കും. എന്നാൽ അതൊന്നും പരാതിയില്ലാതെ തുടച്ചു മാറ്റുന്ന സമയത്ത് സ്വന്തം മക്കളായ ഈ നാത്തൂന്മാർ വന്നിട്ട് പറയാണ്, ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്ക്, അപ്പോൾ കുറച്ചല്ലേ വിസർജിക്കത്തുള്ളൂ എന്ന് പോലും പറഞ്ഞെന്നാ പറയാം. എന്നാൽ ഈ മകൾ പറയാണ്, ഞാൻ ഒട്ടും കുറച്ചില്ല, ആ അമ്മയ്ക്ക് വേണ്ടത് കൊടുത്തു. എന്തൊക്കെയാണേലും അമ്മയെ അതുപോലെ നോക്കി സ്നേഹിച്ച് പരിചരിച്ച് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. അവസാനം ഈ സഹോദരി പറയാം, ഒരു ദിവസം ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ അമ്മ വലിയ പ്രകാശമുള്ള മുഖത്തോടെ ഈ മകളെ വിളിച്ചു. മോളെ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ചിട്ട് ആ മകൾ ചെന്നു. അമ്മ പറയാണ്, മോളെ ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട ഈ അമ്മയ്ക്ക് വലിയ സുബോധം കിട്ടിയ പോലെ മരിക്കണക്കാന് മുമ്പ് ചിന്ത വരെ, മോളെ ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്നോട് ക്ഷമിക്കണം മോളെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ഈ മകളോട് മാപ്പ് ചോദിക്കുക. എന്നിട്ട് പറയാം, ഞാൻ മോളെ നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറയാ, മുട്ടുകുത്തി അമ്മയുടെ കൈയെടുത്ത് തലയെ വെച്ചു. അമ്മ, മോളെ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ചു. അമ്മായിമ്മ മരിച്ചുപോയി. ഇന്ന് ആ സഹോദരി അനുഭവം പറയുക, അമ്മയുടെ അനുഗ്രഹം, കണ്ണുനീരോടെ മാപ്പ് ചോദിച്ചുള്ള അനുഗ്രഹം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും കിട്ടിയപ്പോൾ എൻ്റെ മക്കൾ ആ അനുഗ്രഹം പ്രാപിച്ചു, എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടു, ഞാനും അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങൾക്ക് സമാധാനച്ച സന്തോഷം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനത്തിൽ കടന്നു പോകുമ്പോൾ പരിശോധിക്ക്, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണോ? ഇനി ഈ റൂത്തിൻ്റെയും നവോമിയുടെ ജീവിതത്തിലേക്ക് വരിക. ഈ കുഞ്ഞാരായിട്ട് മാറി. നമുക്കറിയാം, ദാവീദിൻ്റെ അപ്പനായ ജെസയുടെ അപ്പൻ ഓബദ്, ഇസ്രായേലിൽ പ്രസിദ്ധനായിട്ട് മാറിയ ഒരു കുടുംബ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ ദാവീദിൻ്റെ വംശപരമ്പരയിൽ ഉൾപ്പെടത്തക്ക വിധം ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ഇസ്രായേലിൽ പ്രസിദ്ധനാക്കി മാറ്റിയ ഒരു മകന് ജന്മം കൊടുക്കാൻ ഈ റൂത്തിലൂടെ ദൈവമായ കർത്താവ് ഇടയാക്കി. നിൻ്റെ മക്കൾ, നമ്മുടെ മക്കൾ പ്രസിദ്ധരാകണോ? അമ്മായിമ്മയെ വേദനിപ്പിച്ച് അമ്മായിമ്മയുടെ കണ്ണീര് വീഴ്ത്തി ശപിച്ച് പ്രാഗി നീ പ്രസവിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് പ്രസിദ്ധനാകണമെന്നില്ല, പ്രസിദ്ധയാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് പരിശോധിക്കേണ്ടത്, കുടുംബത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? ഈ അനുഗ്രഹം. ഇനി ഭാര്യ ഭർത്താക്കന്മാർ, ഒത്തിരി പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്. ഭർത്താവിൻ്റെ അനുഗ്രഹം ഭാര്യയ്ക്ക് വേണം, ഭാര്യയുടെ അനുഗ്രഹം ഭർത്താവിന് വേണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 21-ാം വചനം, അവിടെ ഇസഹാക്ക് എന്ന ഭർത്താവ് റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പ്രത്യേക അവസ്ഥയാണ്. 40-ാമത്തെ വയസ്സിൽ ഇസഹാക്കിൻ്റെ വിവാഹം കഴിഞ്ഞു. 20 വർഷമായി, ഇപ്പോൾ 60 വയസ്സായി, മക്കളില്ല. ഈ റബേക്ക വന്ധ്യയാണ്. ഈ സമയത്ത് ഈ ഭർത്താവ് ചെയ്ത പ്രവൃത്തി എന്താണ്? അതാ വായിക്കുന്നത്. അതായത് ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ട് റബേക്ക ഗർഭിണിയായി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു ഭർത്താവ് അവൾ വന്ധ്യയായ അവസ്ഥയിൽ അവളെ പഴിക്കുന്നില്ല, അവളെ ഉപേക്ഷിക്കുന്നില്ല, അവളെ ശപിക്കുന്നില്ല. പിന്നെയോ അവളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ ഇസഹാക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു ഭർത്താവ് ചങ്കുപൊട്ടി ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവളുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് പലപ്പോഴും എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ഇന്നത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡൈവോഴ്സ് തന്നെ ഡൈവോഴ്സ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം യോജിപ്പിച്ചത് നിങ്ങൾ ഒന്നാണ്, ഒറ്റ ശരീരമാണ്. കുറവുണ്ടായിരിക്കാം, പോരായ്മ ഉണ്ടായിരിക്കാം, തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നേ. ദൈവം വിളിച്ചത്, ദൈവം യോജിപ്പിച്ചത് ദൈവം തന്നെ പൂർത്തീകരിച്ചോളും. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ദൈവം തുടങ്ങി വെച്ചതാണോ ദൈവം തന്നെ പൂർത്തീകരിക്കും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിന് അതുപോലെ സമർപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം അത് പൂർത്തീകരിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ച ജീവിതം ദൈവം മക്കൾ തരാൻ ആഗ്രഹിക്കും, ദൈവം തരും. പക്ഷേ ചെയ്യേണ്ടത് ആ ദൈവത്തോട് ഇന്ന് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ശപിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കി അല്ലെങ്കിൽ വഴക്ക് കൂടി ഒത്തിരിയേറെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കുടുംബത്തിൽ ദൈവം നമുക്ക് നിറച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നിധിയുണ്ട്, ഒരു ഭണ്ഡാരമുണ്ട്. അത് ബന്ധങ്ങളിലാണ്. അതുകൊണ്ട് എപ്പോഴും ഇനി എല്ലാ ബന്ധവും എടുത്ത് നോക്കണം കേട്ടോ. സഹോദര ബന്ധം, പേരക്കിടാങ്കളുമായുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും, ഈ അമ്മായിമ്മ, മരുമക്കൾ, അമ്മായിയപ്പൻ, മരുമകൻ, നാത്തുന്മാർ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അനുഗ്രഹിക്കുക.
നമുക്കെല്ലാവർക്കും കുറവുണ്ടെന്നേ. കുറവില്ലാത്ത ആരോ ഉള്ളത്? അച്ഛന് കുറവുണ്ട്, നമുക്കെല്ലാവർക്കും കുറവുണ്ട്. ഈ കുറവുകളുള്ള അവസ്ഥയിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാണ്ട് അതിനെക്കുറിച്ച് വഴക്ക് കൂടി കുറ്റം പറഞ്ഞ്, ഭർത്താവിൻ്റെ കുറ്റം അവിടെ ചെന്ന് പറഞ്ഞു, അമ്മയുടെ കുറ്റം അപ്പുറത്ത് നിന്ന് പറഞ്ഞു, അമ്മായിമ്മയുടെ കുറ്റം സ്വന്തം അമ്മയോട് വിളിച്ച് പറഞ്ഞു, അങ്ങനെ പല പല വാശിയും വഴക്കും പിടിച്ചൊന്നും ജീവിക്കേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ. നമുക്ക് ദൈവമുണ്ട്, ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടോ, പ്രശ്നമുണ്ടോ, അതൊക്കെ ദൈവം പരിഹരിക്കും. ഇനി ഏത് അവസ്ഥയിലാണേലും അനുഗ്രഹം അത് മറക്കരുത്. അപ്പൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ചിന്തിച്ച കാര്യമാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. ആ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എത്ര പ്രായമാണേലും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടോ, നീ കല്യാണം കഴിച്ച മോനാണേലും നീ മരുമകളാണേലും ആരാണേലും ആ അപ്പനും അമ്മയ്ക്കും പോയിട്ടൊന്ന് സ്തുതി പറയാം, ഒരു സ്തുതി പറയാം. ഇന്ന് പല കുടുംബത്തിലും ഞാൻ ചെല്ലുമ്പോൾ നോക്കിയിട്ടുണ്ട്, അപ്പന് പ്രായമായി, അമ്മയ്ക്ക് പ്രായമായി, ഇവൻ്റെ കല്യാണം കഴിഞ്ഞു, മരുമകളുണ്ട്, കുഞ്ഞുമക്കളെയൊക്കെ സ്തുതി പറയാൻ വിടും. ഈ അപ്പനും അമ്മയും അവരുടെ അപ്പനും അമ്മയ്ക്ക് സ്തുതി പറയില്ല. ഞാൻ എന്തെങ്കിലും ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് ഓർത്തോ, ഒരു സ്തുതി പറയുമ്പോൾ തന്നെ അതങ്ങോട്ട് അലിഞ്ഞു പോകും. അതലിഞ്ഞു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ കുടുംബങ്ങളെ, ബന്ധങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും ആ ഒരു പ്രാർത്ഥനയിലും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ, ഈ ഒരു സ്തുതി പറയുമ്പോൾ തന്നെ അപ്പൻ ഒരു അനുഗ്രഹം. ഈ സ്തുതിയൊക്കെ പറയുമ്പോൾ കാർന്നോമാരൊക്കെ മക്കളിൽ നിന്ന് അനുഗ്രഹിക്കണതും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണതും ചിലതൊക്കെ വളരെയേറെ അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ, എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്കും കുടുംബത്തിൽ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയേ? പണ്ടൊക്കെ കാർന്നോമാരെ എല്ലായിടത്തും മാറി മാറി ഈശോമിശിഹായ്ക്ക് സ്തുതിയായി മുട്ട് കൈയൊക്കെ ഒന്ന് അപ്പൻ്റെ അമ്മയുടെയും കൈയെടുത്ത് തലയിലൊക്കെ ഒന്ന് വച്ച് ആ അനുഗ്രഹം വാങ്ങിക്കുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ഉള്ള കുടുംബങ്ങളുണ്ട്, അതും അറിയാം അച്ഛന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ക്ഷമിക്കാൻ ഒത്തിരി നമുക്കുണ്ട്. അപ്പനോട് ക്ഷമിക്കാനില്ല ഇഷ്ടം പോലെ, അമ്മയോട് ക്ഷമിക്കാനില്ല ഇഷ്ടം പോലെ, ഭർത്താവിനോട് ക്ഷമിക്കാനില്ല ഇഷ്ടം പോലെ. ക്ഷമിക്കുക, എന്നിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇസഹാക്ക് റബേക്കയ്ക്ക് വേണ്ടി ആ കുറവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, പിന്നെ വേറെ കാര്യമുണ്ട് ഓർത്തോ, കുടുംബത്തിൽ നിന്ന് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് പെട്ടെന്ന് ഇടപെടും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനുണ്ടോ, അമ്മയുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, സഹോദരങ്ങളുണ്ടോ, ഓർത്തോ, നമ്മുടെ ജീവിതം എന്തിൻ്റെ പിന്നാലെ പൊക്കോ, അച്ഛനാവോ, കന്യാസ്ത്രീ ആവോ, പഠിക്കാൻ പോവോ, ബിസിനസ് നടത്താൻ പോവോ, കുടുംബത്തിൻ്റെ ആകമാനമുള്ള അനുഗ്രഹത്തിൻ്റെ കൈ നിൻ്റെ ശിരസ്സിനുമേൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഓർത്തോ, അതിനാൽ തന്നെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, വളരെയേറെ വിഷമകരമായ കാര്യമാണ്. അതിനെ ഒത്തിരി സഹിക്കേണ്ടി വരും. ഒരു മരുമകൾ ചിലപ്പോൾ ഒരമ്മായിയമ്മയുടെ അനുഗ്രഹം ഇതുപോലെ കിട്ടണമെങ്കിൽ അങ്ങേയറ്റത്ത് സഹിക്കേണ്ടി വരും. പക്ഷേ ആ സഹനം അനുഗ്രഹത്തിൻ്റെ, കർത്താവ് തരുന്ന അനുഗ്രഹത്തിൻ്റെ അഭിഷേകമാണ്. അതിലൂടെ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ നന്നായിട്ടൊന്ന് പരിശോധിക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നന്നായിട്ട് പരിശോധിക്കുക, പോരായ്മകളും കുറവുകളുമുള്ള മേഖലകളെ കണ്ടെത്തുക. ക്ഷമിക്കാനും സഹിക്കാനും ഏറെയുണ്ട്, ഉണ്ടാകും. കാരണം എല്ലാ മനുഷ്യരും കുറവുള്ളവരാ, കുറവില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ പരസ്പരം അമ്മായിമ്മയ്ക്ക് വേണ്ടി മരുമക്കൾ പ്രാർത്ഥിക്കുക, മരുമക്കൾക്ക് വേണ്ടി അമ്മായിമ്മമാർ പ്രാർത്ഥിക്കുക, അപ്പന് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരങ്ങൾ വെറുത്ത് ഭിന്നിച്ച് മാറി നിൽക്കാതെ പ്രാർത്ഥിക്കുക. ഈ ഒരു ബന്ധം ഒരിക്കലും തകർന്നു പോകാതെ കോട്ട പോലെ ആ ഒരു ഇമേജ് കളയിലെ കോട്ട പണിയപ്പെട്ട പല കല്ലുകൾ കോട്ട പോലെ നമ്മുടെ ബന്ധങ്ങൾ ചേർന്ന് നിൽക്കട്ടെ. അവിടെ പൊതുവായ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും വരും തലമുറയ്ക്കും കർത്താവ് നൽകി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എത്രയോ വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബന്ധങ്ങൾ, അതിൽ അങ്ങ് നൽകിയിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മരുമക്കൾ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, സഹോദരങ്ങൾ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ പറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഐക്യപ്പെടുത്തണമേ. പോരായ്മകളും കുറവുകളും എടുത്തു മാറ്റി യഥാർത്ഥമായ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവെ അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബങ്ങളായിട്ട് തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വചനത്തിന് അത്ഭുത ശക്തി നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ജനിക്കുവാൻ, ആ മക്കൾ പ്രസിദ്ധരായി തീരത്തക്ക വിധത്തിലുള്ള
കുടുംബ പശ്ചാത്തലങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ യോസേപ്പിതാവേ, ഉണ്ണീശോയെ, തിരുക്കുടുംബത്തിൻ്റെ വലിയ അഭിഷേക സാന്നിധ്യം മധ്യസ്ഥം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.